അരി ആഹാരം കഴിക്കാൻ പറ്റാത്തവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കുമൊക്കെ നല്ലൊരു ഓപ്ഷനാണ് മില്ലറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്ന കാണാം. മില്ലറ്റ് പാലപ്പം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മില്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാലപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ചാമ അരി എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്സ് എന്ന് പറയും. ഈ മില്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അപ്പം ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ടത്, ഈ മില്ലറ്റ് നന്നായിട്ട് കഴുകുക, വെള്ളം ക്ലിയർ ആകുന്ന വരെ കഴുകുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യുക. ആ സോക്ക് ചെയ്തിട്ട് വീണ്ടും വെള്ളം കളഞ്ഞ് ഫ്രഷ് വെള്ളം വെച്ച് വീണ്ടും സോക്ക് ചെയ്യുക. അത് ഓവർനൈറ്റ് ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന മില്ലറ്റാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വെള്ളം ഒന്ന് കുറച്ച് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് ചാമേരിയാണ്, അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്തേക്കുന്നത്. വെള്ളം കുറച്ച് മാറ്റിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഈ വെള്ളം മൊത്തം നമ്മൾ യൂസ് ചെയ്യും. ഗ്രാജുവലി ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡോളം നമ്മൾ അരച്ചിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മിക്സ്ചർ എടുക്കണം. ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരച്ച മിക്സ്ചർ ചേർക്കാം. ഇതിലേക്ക് ഒന്നുകിൽ നമ്മൾ ഉപയോഗിച്ച വെള്ളം തന്നെ ഉപയോഗിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് ഈ മിക്സർ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കപ്പി കാച്ചുകയാണ്, നമ്മൾ സാധാരണ അപ്പത്തിന് ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ അരയ്ക്കുന്നതിന് പകരമാണ് കപ്പി കാച്ചുന്നത്. നമ്മൾ കപ്പി കാച്ചിയേക്കുന്നത് ഈ ഒരു പരുവായി. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് കൂളാവണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന കപ്പി നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇവിടെ വെക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വേണം അരയ്ക്കാൻ. പിന്നെ ഇവിടെ എടുത്തേക്കുന്ന 1/2 കപ്പ്, 1 കപ്പ് ചാമയരിക്ക് 1/2 കപ്പ് തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഷുഗറിൻ്റെ അളവ് അധികം ഷുഗർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുറയ്ക്കുക, 1 ടീസ്പൂണൊക്കെ ആക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതേപോലെ 1/4 ടീസ്പൂണും ഈസ്റ്റും കൂടെ ചേർത്ത്, ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ബാക്കി ഉള്ള വെള്ളം കൂടെ ചേർക്കാം. ഇനി നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ഈ കപ്പി കാച്ചിയ മിക്സ്ചറും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് വെറുതെ മിക്സ് ചെയ്താലും മതി, എങ്കിലും വല്ല കട്ടയുണ്ടെങ്കിൽ അത് നന്നായി സ്മൂത്തായി കിട്ടാനായിട്ടാണ്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഒരു 30 സെക്കൻഡും കൂടെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. നമ്മുടെ ബാറ്റർ റെഡിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അയവെന്ന് പറഞ്ഞാൽ ഈ ഒരു അയവാണ്. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 to 2 hours മാറ്റി വെക്കാം. ഇനി ഇത് എയർടൈറ്റായിട്ടല്ലാതെ ഒരു ലൂസായിട്ടുള്ളൊരു അടപ്പ് വെച്ച് അടച്ച് ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. യൂഷ്വലി 1 മണിക്കൂർ സമയം മതി.
ചില സമയത്ത് നമ്മുടെ ഒത്തിരി മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ ടൈം എടുക്കും. അതുവരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളമായി. ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടാവുമ്പോൾ ബാറ്റർ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് മിക്സ് ചെയ്യരുത്. എന്നിട്ട് അപ്പം അതോടുകൂടെ തന്നെ മേലെ നിന്ന് കോഴി ഒഴിക്കുക. നന്നായിട്ട് മാവ് വേവണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ടാവും. നല്ല ക്രിസ്പി ലേസുമായി നടുക്ക്. നമ്മുടെ മറ്റേ പാലപ്പം പോലെ തന്നെ വരും, കളറിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ സ്പൂൺ ആ സെയിം പാത്രത്തിലിടാതെ വേറൊരു ബോളിലേക്ക് അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുക. അപ്പം അത് കെട്ടുപോകാണ്ടിരിക്കാനായിട്ടാണ്. ബാക്കിയുള്ള അപ്പം ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് കിട്ടുന്നത് 10 ഇതേ സൈസിലുള്ള അപ്പമാണ്. ഇന്ന് നമ്മൾ ചെയ്ത മില്ലറ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പിയിൽ 10 പാലപ്പമാണ് നമുക്ക് ഉണ്ടാക്കാവുന്നത്. അതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കളറിലൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ അരി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അരി ആഹാരം കഴിക്കാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.